ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ് കേരള സിലബസ് ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ പേജ് നമ്പർ 58 സെക്കൻഡ് പ്രോബ്ലമാണ്. നമ്മളിതിന് മുമ്പ് ഇതിലത്തെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമുക്കിതിൽ സെക്കൻഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: നോട്ട് ദ പാറ്റേൺ ഇൻ ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ. ഒരു പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. 3² - 2² = 5 = 3 + 2 എന്ന്. അപ്പോൾ നമ്മൾ 3² - 2² ചെയ്താൽ നമുക്ക് 5 ആൻസർ കിട്ടും. പിന്നെ 3 + 2 5 ആണല്ലോ. അപ്പോൾ അതായത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 5 കിട്ടിയത്. അതുപോലെ 4 + 3 7 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 7 കിട്ടാനായിട്ട് 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 3യുടെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ. രണ്ട് സ്ക്വയേഴ്സ്, നമ്പറുകളുടെ സ്ക്വയേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓഡ് നമ്പേഴ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഈ കുറേ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ് അല്ലേ. ഒരു ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. അങ്ങനെ നമ്മൾ മുമ്പൊരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ 5ൻ്റെ സ്ക്വയർ - 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 5ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും അല്ലേ. അപ്പോൾ 5ൻ്റെ സ്ക്വയറിൽ നിന്ന് 4ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താലും നമുക്ക് 9 കിട്ടും. അങ്ങനെയാണ് അവർ പറയണത്. ഇനി റൈറ്റ് ദ നെക്സ്റ്റ് 2 കമ്പ്യൂട്ടേഷൻസ് ഫോളോയിങ് ദിസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് അടുത്ത 2 കമ്പ്യൂട്ടേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത 2 കമ്പ്യൂട്ടേഷൻസ് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2 എഴുതി കൂടെ ഈസി ആയിട്ട്. നോക്കിയേ, 5 7 9. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? ഇത് ഓഡ് നമ്പർ അല്ലേ. 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ഓഡ് നമ്പർ ഏതാണ്? അടുത്ത ഓഡ് നമ്പർ 11 ആണ് അല്ലേ. അപ്പോൾ 11നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 6 + 5 എന്ന് എഴുതിയൂടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ സൈഡ് എന്താ എഴുതാം? 6² - 5² എന്ന് എഴുതിയൂടെ. നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ. 6ൻ്റെ സ്ക്വയർ 36, 36ൽ നിന്ന് 5ൻ്റെ സ്ക്വയർ 25, 36ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് 11 കിട്ടും അല്ലേ. അപ്പോൾ ഇതെഴുതി. ഇനി അടുത്തത് സിമ്പിളായിട്ട് എഴുതാമല്ലോ. അടുത്ത ഓഡ് നമ്പർ ഏതാ വരിക? 13 വരും. 13 എന്ന് പറയുന്നത് 7 + എത്രയാണ്? 6 ആണ് അല്ലേ. 7 + 6, അതായത് ഇവിടെ 6 + 5, അതുപോലെ ഇവിടെ 7 + 6. 7ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതിയൂടെ ഈ 13നെ? 7² - 6² എന്ന് എഴുതാം. സിമ്പിളല്ലേ. ഒരു 2 കമ്പ്യൂട്ടേഷൻസ് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എഴുതാം. അടുത്ത സിമ്പിളാണ്. 15 ആണ് അടുത്ത നമ്മുടെ ഓഡ് നമ്പർ വരിക അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ 7 + 6 ആണല്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് എന്തെഴുതാം? 8 + 7 എന്ന് എഴുതാം. ഇതിൽ കൂടെ 8ഉം 7ഉം കൂട്ടി എത്രയാണ്? 8 7ഉം കൂട്ടിയാൽ 15 ആണ്. 8² - 7². 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണല്ലേ. -7ൻ്റെ സ്ക്വയർ 49 അല്ലേ. അപ്പോൾ നമ്മളിത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 15 കിട്ടണം. കിട്ടണ്ടോ നോക്കാം. അപ്പോൾ 9 14 ആവാൻ ഇവിടെ 5 ഇവിടേക്ക് ബോറോ ചെയ്യുമ്പോൾ 14 ആവും. അപ്പോൾ 9 14 ആവാൻ എത്രയാണ്? നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. പിന്നെ 1 5 ആവാൻ 1 തന്നെയല്ലേ. ഇതേ 15 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ അടുത്ത പാറ്റേൺ ഈ ഒരു കമ്പ്യൂട്ടേഷൻസിൻ്റെ നെക്സ്റ്റ് ലൈൻസ് ഇങ്ങനെ എഴുതി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സിമ്പിളാണ്. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി നമുക്ക് പാറ്റേൺസ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ദീസ് ആസ് ആൻ ആൾജിബ്രിക് ഇക്വേഷൻ. ഇതിനൊരു ആൾജിബ്രിക് ഇക്വേഷൻ പോലെ എഴുതാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും ഒക്കെ ടേംസിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 8² - 7² = 15. 8 + 7 ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇത് 6 ആണെങ്കിൽ ഇത് 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്തെഴുതാം? ഇതിന് എക്സ് കൊടുത്താൽ 6ന് നമുക്ക് x + 1 കൊടുക്കാം. അതുപോലെ തന്നെയല്ലേ ഇത് എക്സ് ആണെങ്കിൽ ഇത് തൊട്ടപ്പുറത്തെ സംഖ്യ x + 1 ആണ് അല്ലേ. അപ്പോൾ 7ൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ് 8. അപ്പോൾ ഇത് 7ന് x എടുത്താൽ 8ന് നമുക്ക് x + 1 എന്നെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ജനറൽ ഇക്വേഷൻ, ആൾജിബ്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് x + 1² മൈനസ് ഇതിന് x എന്നല്ല എടുക്കണ്ടേ, x². അതായത് ഇത് x ആകുമ്പോൾ ഇത് x + 1 ആവും. അപ്പോൾ x + 1² മൈനസ് x² എന്ന് കിട്ടും. അടുത്തത് = ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് ആൻസറാണ്. = 8നെ നമുക്ക് എന്ത് എഴുതാം? x + 1 എന്ന് എഴുതാം. പ്ലസ് ഇതിനെന്ത് എഴുതാം? 7നെ നമുക്ക് x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു എന്തെഴുതാനാണ്? ജനറൽ പ്രിൻസിപ്പിൾ നമ്മുടെ
ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ തന്നെ എന്താണ് സമ്മാണല്ലേ. അപ്പോൾ നമുക്കതിനെ അങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് ഇവർ അല്ലേ. അവരുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സിൻ്റെ തന്നെ പ്ലസ് ചെയ്തതാണ്, സമ്മാണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ വേർഡ്സിൽ എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്ക്വയേഴ്സ് ഓഫ് അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് numbers is equal to their sum. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് അതിൻ്റെ രണ്ട് പാറ്റേൺ എഴുതാനാണ്. അത് നമ്മൾ എഴുതി. നമ്മളിവിടെ 3 പാറ്റേൺ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനൊരു ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതി. അതിനുശേഷം അതിനെ നമ്മൾ വേർഡ്സിൽ എഴുതി. എന്താണ് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സുകളുടെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സുകളുടെ തന്നെ സമ്മായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ കലണ്ടർ ഷീറ്റ് ടേക്ക് എ സ്ക്വയർ കണ്ടെയ്നിങ് 9 numbers and mark the numbers on the left and right top and bottom of the middle number. അതായത് ഒരു കലണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു 9 numbers വരുന്ന ഒരു ബോക്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടില്ലേ ഈ സ്ക്വയർ. അപ്പോൾ അതിൽ 1 2 3 8 9 10 15 16 17 ഈ നമ്പേഴ്സൊക്കെയാണ് അതിൽ വരുന്നത്. അതിൽ മിഡിൽ നമ്പർ ഏതാണ്? 9 ആണ് മിഡിലത്തെ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ നമ്പർ. ഇനി ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ് ആൻഡ് ഓൾസോ സീ ദെയർ ഡിഫറൻസ്. അതായത് ഇതിലെ ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2ഉം 16 അല്ലേ. മുകളിൽ ടോപ്പ് നമ്പർ 2, ബോട്ടം നമ്പർ 16. ഇനി ലെഫ്റ്റ് നമ്പർ 8, റൈറ്റ് നമ്പർ 10. അപ്പോൾ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 8 × 10 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 × 10 80. അതുപോലെ ബോട്ടം ആൻഡ് ടോപ്പിലെ നമ്പേഴ്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റു ചെയ്തത് അല്ലേ. അപ്പോൾ 2 × 16 അത് 32. എന്നിട്ട് അവരുടെ ഡിഫറൻസ് കാണാൻ ഇപ്പോൾ കിട്ടിയ നമ്പറുകളുടെ ഡിഫറൻസ്, അതായത് 80 32 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്? 48 കിട്ടുന്നതാണ് പറയുന്നത്. ഇനി നമ്മളോട് പറയാണ് ഡു ദിസ് ഫോർ അതർ സ്ക്വയർ ഓഫ് 9 numbers. നമ്മളോട് വേറെ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു സെറ്റ് എടുത്തിട്ട് 9 നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാൻ. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ ഡിഫറൻസ് കണ്ടു നോക്കാൻ. അപ്പോൾ നമുക്ക് 48 തന്നെയാണോ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡിഫറൻസ് എന്തുകൊണ്ടാണ് എല്ലാ കേസിലും 48 തന്നെ കിട്ടുന്നത്? നമുക്ക് നോക്കാം 48 ആണോ കിട്ടുന്നതെന്ന് അല്ലേ. അതുപോലെ ഇതിനൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് നമുക്കൊരു എന്ത് സെലക്ട് ചെയ്യണം? ആദ്യം ഒരു സ്ക്വയർ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിതിലൊരു സ്ക്വയർ സെലക്ട് ചെയ്യാം ആദ്യം. അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ക്വയർ, ഇപ്പോൾ നമുക്ക് വേറൊരു സ്ക്വയർ 9 നമ്പേഴ്സ് വരുന്ന ഈ ഒരു സെറ്റ് 12 13 14 പിന്നെ ഏതാണ് 19 20 21 26 27 28 ഈ സ്ക്വയർ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ അതിലത്തെ മിഡിൽ നമ്പർ ഏതായിരിക്കും? ഇതിലെ മിഡിൽ നമ്പർ എനിക്ക് വരുന്നത് ഏതാണ്? 13 ആണ് അല്ലേ. 13 ആണ് മിഡിൽ നമ്പർ വരിക. അപ്പോൾ അതിൻ്റെ റൈറ്റിൽ 21ഉം ലെഫ്റ്റിൽ 19ഉം ടോപ്പിൽ 13ഉം പിന്നെ ബോട്ടത്തിൽ 27ഉം ആണ് നമ്പേഴ്സ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? അത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ പ്രൊഡക്റ്റ് കാണണം. അതായത് 13ൻ്റെയും 27ൻ്റെയും പ്രൊഡക്റ്റ് കാണാം. ഇനി ഇതോ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൻ്റെയും കാണണം. 19 × 21 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 13 × 27 ചെയ്ത് നോക്കാം. 27 × 13. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 21 ബാക്കി 2 3 2 6 7 8 1 × 7 7 1 × 2 2. അപ്പോൾ 1 351 എന്ന് കിട്ടും അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ആൻസർ 351 കിട്ടും. ഇനി 19 × 21 ചെയ്ത് നോക്കാം. 19 × 21 അപ്പോൾ 9, 1 × 1 1, 8, ബാക്കി 1 3 അല്ലേ? അപ്പോൾ 9 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 399 എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് രണ്ടിൻ്റെ അതായത് ടോപ്പിലെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറും കിട്ടി, റൈറ്റും ലെഫ്റ്റും മിഡിൽ നമ്പറിൻ്റെ കേട്ടോ, മിഡിൽ നമ്പറിൻ്റെ റൈറ്റും ലെഫ്റ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ നമുക്ക് കിട്ടി. ഇനി എന്താ പറയാൻ, അവർ തമ്മിൽ ഡിഫറൻസ് കാണാം, ഈ കിട്ടിയ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 399 ആണ് ഇവിടുത്തെ വലുത്, മൈനസ് 351 ചെയ്യാം. അപ്പോൾ 399 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 351 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 8 വരും, ഇവിടെ 4 വരും, ഇവിടെ 0 അല്ലേ? അപ്പോൾ 48 വന്നു. നോക്കിയേ, നമുക്ക് വീണ്ടും 48 തന്നെയല്ലേ കിട്ടിയത്? ഇവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതും ഈ ഒരു സ്ക്വയറിൻ്റെ നമ്മളിതുപോലെ ചെയ്തപ്പോഴും നമുക്ക് ഡിഫറൻസ് 48 ആണ് കിട്ടിയത്, ഇപ്പോഴും നമുക്ക് 48 ആണ് കിട്ടിയത് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇതുപോലെ തന്നെ 9 നമ്പേഴ്സ് എഴുതാൻ പറ്റുന്ന ഒരു കോളം നമ്മൾ ഉണ്ടാക്കുക. അതിൽ മിഡിൽ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മിഡിൽ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പർ എന്താ വരിക? ഇപ്പം നമ്മുടെ നേരത്തെ ഇതിൽ നമ്മുടെ സ്ക്വയറിൽ എന്തായിരുന്നു? ഞാനതിവിടെ വരയ്ക്കുന്നുണ്ട്. നമ്മുടെ സ്ക്വയർ നമ്മൾ നടുക്കിൽ ഏത് നമ്പർ എടുത്തിരുന്നത്? 9 അല്ലേ എടുത്തിരുന്നത്? ഇവിടെ 9 എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതായിരുന്നു നമ്പർ? ഇവിടെ 10 ആയിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് 8 ആയിരുന്നു, ഇവിടെ നമുക്ക് 2 ആയിരുന്നു, ഇവിടെ നമുക്ക് 16 ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 9ൻ്റെ തൊട്ടപ്പുറത്ത് 10, അതായത് ഇവിടെ 9നെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ അടുത്ത നമ്പർ ഏതായിരിക്കും? x+1. ഇനി 9ൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ 8, അതായത് 9ൻ്റെ ഒന്ന് കുറവ്, അതായത് എക്സിൽ നിന്ന് ഒന്ന് കുറച്ചത്, അപ്പോൾ x-1 വരും അല്ലേ? ഇനി 9ൻ്റെ മുകളിൽ ഏതാ നമ്പർ? 2 അല്ലേ? 9ൽ നിന്ന് 7 കുറച്ചതല്ലേ 2? അപ്പോൾ ഈ നമ്പറിൽ നിന്ന് എക്സിൽ നിന്ന് 7 കുറച്ച നമ്പേഴ്സാണ് എപ്പോഴും ടോപ്പിൽ വരിക. അടുത്തത് ഈ 9ൻ്റെ കൂടെ 7 കൂട്ടിയ നമ്പറാണ് 16. 9ൻ്റെ കൂടെ 7 കൂട്ടിയ 16, അതായത് എക്സിൻ്റെ കൂടെ 7 കൂട്ടിയ നമ്പറുകളാണ് എപ്പോഴും താഴെ വരിക. ഓക്കെ, ഇതെപ്പോഴും സെയിം ആയിരിക്കും. അതായത് മിഡിൽ നമ്പറിൻ്റെ ലെഫ്റ്റിൽ ഒന്ന് കുറഞ്ഞ നമ്പർ, റൈറ്റിൽ ഒന്ന് കൂടിയ നമ്പർ. അതായത് ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 10, ഇവിടെ 8. ഇനി ഇതിൻ്റെ 7 കുറഞ്ഞ നമ്പറാണ് മുകളിൽ, 7 കൂട്ടിയ നമ്പറാണ് താഴെ. അപ്പോൾ എക്സിൻ്റെ 7 കുറഞ്ഞതെന്ന് പറഞ്ഞാൽ x-7. അപ്പോൾ എക്സിൻ്റെ 7 കൂട്ടിയതെന്ന് പറയുമ്പോൾ x+7. ഇനി ഇതിന് നമ്മൾ എന്താ പറഞ്ഞിരിക്കണേ? ഇത് രണ്ടും നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ലെഫ്റ്റ് നമ്പർ ഇൻറ്റു റൈറ്റ് നമ്പർ അല്ലേ? ലെഫ്റ്റ് നമ്പർ ഏതാ? x-1 ഇൻറ്റു എന്ത് ചെയ്യണം? നമുക്ക് x+1 ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അത് എങ്ങനെ ചെയ്യുക? നമ്മൾ ആദ്യം ഈ എക്സിനെ ഈ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും, അത് കഴിഞ്ഞാൽ ഈ എക്സിനെ തന്നെ നമ്മൾ അടുത്ത ഈ 1 കൊണ്ട് ഇൻറ്റു ചെയ്യും അല്ലേ? അപ്പോൾ ഈ എക്സിനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x². എക്സിനെ ഈ +1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ +x അല്ലേ? അടുത്തത് -1 കൊണ്ട് അടുത്ത ടേം ഉണ്ട്, -1 കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്യുക, അപ്പോൾ -x കിട്ടും. ഇനി -1നെ തന്നെ +1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമുക്ക് -1 കിട്ടും. ഓക്കെ, -1 × +1 -1. ഇനി ഇതിൽ നോക്കി ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി എന്താ ഉള്ളത്? x² -1. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും അല്ലേ ചെയ്തേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പും ബോട്ടും ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പോൾ ടോപ്പും ബോട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടോപ്പ് ഇൻറ്റു ബോട്ടം നമ്പർ അല്ലേ? ടോപ്പ് ഇൻറ്റു ബോട്ടം നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് എത്രയാണ്? x-7 ഇൻറ്റു ബോട്ടം എന്ന് പറയുന്നത് x+7. ഇത് ഇൻറ്റു ചെയ്യാൻ ഒന്നുമില്ല, ഫസ്റ്റ് നമ്പറിനെ ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ x² എന്ന് പറയുന്നത് x². ഇനി ഈ ഫസ്റ്റ് നമ്പറിനെ തന്നെ ഇവിടുത്തെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമുക്ക് +7x അല്ലേ? 7 × x 7x. ഇനി അടുത്തത് ഇതിലത്തെ സെക്കൻഡ് നമ്പർ എടുക്കുക, ചിഹ്നടക്കം എടുക്കണം. -7 × x ഇതിലത്തെ ഫസ്റ്റ് നമ്പർ, അപ്പം -7x. ഇനി -7 × അടുത്ത നമ്പർ +7, മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ മൈനസ് വരും. 7 × 7 എന്ന് പറഞ്ഞാൽ 49 എന്ന് വരും. ഇനി ഇതിൽ നോക്കിയാൽ +7xഉം -7x നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്ത് വരും? x² -49 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ? ഇവരുടെ ഡിഫറൻസ് കാണാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് റൈറ്റ് നമ്പേഴ്സ് ഇൻറ്റു ചെയ്തതിന് ടോപ്പ് ബോട്ടം നമ്പേഴ്സ് ഇൻറ്റു ചെയ്ത സംഖ്യകൾ പരസ്പരം കുറയ്ക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അതായത് x² -1 എന്ന് പറയുന്ന ടേമിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യും? -x² -49 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് ഒന്നുകൂടെ എഴുതാം നമുക്ക്. x²
-1 ഈ മൈനസ് കൊണ്ട് ഇതിന് ഇൻറ്റു ചെയ്യണം അല്ലേ, അത് കാരണം ഇത് -2 ബ്രാക്കറ്റിൻ്റെ പുറത്താണ്, അതായത് 2 ടേംസിനും ബാധകമാണ്. അപ്പോൾ -(x²) എന്ന് പറയുമ്പോൾ -(x²) എന്ന് വരും. മൈനസ് ഇൻറ്റു -49 എന്ന് പറഞ്ഞാൽ +49 എന്ന് വരും അല്ലേ. ഇനി നോക്കി നിങ്ങൾ, ഇതൊക്കെ = നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നാണ് പറഞ്ഞത്? നമുക്ക് 48 കിട്ടണം അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സിനും ഒരു +(x²) ഉണ്ട്, ഒരു -(x²) ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്? ഒരു -1ഉം ഒരു +49ഉം. അപ്പോൾ ഒരു +49 -1 കുറച്ച് എത്രയാണ്? 48 അല്ലേ കിട്ടുക നമുക്ക്. അപ്പോൾ നോക്കിയേ, ഈ ഓൾജിബ്രിക് ഫോമിൽ നമുക്ക് എന്ത് കിട്ടി? 48 എന്ന് കിട്ടി. അപ്പോൾ ഏത് ഇതുപോലത്തെ 9 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ടോപ്പ് ബോട്ടം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എപ്പോഴും ആൻസർ കിട്ടുക? 48 ആണ് കിട്ടുക. ഏത് നമ്പർ എടുത്താലും കലണ്ടറിൽ നിങ്ങൾക്കൊരു കലണ്ടർ എടുത്തിട്ട് അതിലിതുപോലെ 9 നമ്പർ വരുന്ന സെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നടുക്കിലത്തെ നമ്പറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം, ടോപ്പിലും ബോട്ടത്തിലും വരുന്ന നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ വരും? എപ്പോഴും 48 തന്നെ ആൻസർ വരും. ഓക്കെ, പിന്നെ അടുത്ത കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.